നല്ല കളർ പേപ്പേഴ്സ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളത് ഈ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ പഠിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉള്ള കളേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നിയോൺ ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള സംഭവമാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് വളരെ കുറവാണ് ഉണ്ടായിരുന്നല്ലോ, അതും ഗ്രീനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളെ വെക്കുന്നുണ്ട്. ഇതൊരു ലോട്ടസ് ആയതുകൊണ്ട് തന്നെ പിങ്ക് കളർ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ എല്ലാം നല്ലൊരു കളർ നോക്കി എടുത്തു. ഉണ്ടാക്കുന്ന പ്രൊസീജിയർ നല്ല സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്ക്വയർ പേപ്പർ എടുക്കുന്നു, അതിനെ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതിൽ കാണുന്ന പോലെയൊക്കെ മടക്കി കൊടുക്കുന്നു. അതിൽ ലീഫ് മാത്രം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കണം, മറ്റേതൊക്കെ പുറത്തേക്ക് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ട് പെറ്റൽസിൻ്റെ കളർ എടുക്കുക, ഒരു ലീഫും കൂടെ ഒന്നിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം അതുപോലത്തെ 3 സെറ്റാക്കി ഇതുപോലെ വെക്കുക. എന്നിട്ടൊക്കെ ഒന്ന് റബ്ബർ ബാൻഡ് ഒന്നൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 6 സൈഡിലേക്ക് 6 നിന്നൊന്ന് മാറ്റി കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഒരു ലോട്ടസ് ആയത് എങ്ങനെയെന്ന് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതാക്കി വന്നപ്പോഴാണ് ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത് മനസ്സിലായത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ലോട്ടസ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇഥവാ ട്രൈ ചെയ്താൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.